ക്ലാസുകൾക്കൊപ്പം ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി കോഴ്സ് പഠനം തുടങ്ങാം. Welcome all of you, and now you're watching Star Magic. Welcome. ശബ്ദം കേൾക്കണില്ലേ? നിങ്ങളിങ്ങനെ വീട്ടിലിരുന്നിട്ട് അവിടെയും കൈയടിക്കുന്നുണ്ടായിരിക്കും. തൊട്ടിപ്പുറത്താണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ഓണിൽ എന്താ പറയണ്ടേ, കടുകുമണികളാ, പക്ഷെ എന്താ എനർജി. വെൽക്കം. വേറെ വൈബ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ഒരു ശബ്ദത്തിൽ നമ്മുടെ ചേട്ടന്മാരുടെയും പെൺകുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. തുടങ്ങല്ലേ? വേറെ ലെവല്ലേ? അപ്പൊ അവരുടെ വിശേഷങ്ങൾ അറിയട്ടെ. എവിടുന്ന് വരണേ എല്ലാരും? സാറ് പറയുന്നത് സാർ ഒന്ന് പറഞ്ഞോട്ടെ, കുട്ടികളെ സമ്മതിക്കില്ല. സാർ പറയൂ. പ്രകൃതി മനോഹരമായ ഇടുക്കി കഞ്ഞിക്കുഴി സെന്റ് തോമസ് HS കുട്ടികളും ടീച്ചേഴ്സുമാണ്. കാണാറുണ്ട്. ഏതൊക്കെ ക്ലാസ്സിലുള്ളവരാ? ഞങ്ങള് 8, 9, 10. എങ്ങനെയുണ്ട് സ്റ്റാർ മാജിക് ഒക്കെ? ഇഷ്ടമാണ് എല്ലാവർക്കും? ഇവരുടെ ഈ ഒരു എനർജിയിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ചേട്ടന്മാരെയും പെൺകുട്ടികളൊക്കെ കാണാൻ റെഡിയല്ലേ? ഇവരുടെ ഈ ഒരു വൈബോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർ മാജിക്കിന്റെ എൻറ്റയർ ടീം മെമ്പേഴ്സിനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. ഒരു വലിയ കൈഡി. ആദ്യമായിട്ട് നമ്മുടെ ഡാൻസിന്, അത് ആരുടെ ഡാൻസിന്? നമ്മുടെ ഡാൻസിന് കയ്യടി. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളുടെ കണ്ണീര് കൊണ്ട് നിറയും. ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ട് ഇത്രയധികം അപ്രിസിയേഷൻ കിട്ടുന്നത്. കുട്ടികൾക്ക് അറിയില്ലല്ലോ. താങ്ക് യു. അല്ല, ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങൾ അവിടെ പോയിരിക്കാം. നിങ്ങൾ വന്ന് ഗെയിം കളിച്ച് എങ്ങനെ ഇരിക്കും? വണ്ണം പൊക്കമൊക്കെ ഉള്ള ഒരു മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ ട്രൂപ്പിലോ നിങ്ങളുടെ ഇവിടെ ഫ്ലവേഴ്സ് ട്രൂപ്പിൽ നിന്ന്. അപ്പൊ ട്രൂപ്പിൽ അതേതാ അവിടെ ഈ കൈയുടെ സ്ഥാനത്ത് കാലൊക്കെ വെച്ച് നടക്കണ ഒരു പയ്യനില്ലേന്ന്. ലക്ഷ്മി ഇന്ന് ഞാൻ കസറും കേൾക്കാത്ത കോമഡിക്ക് കൈയടിക്കുന്നുണ്ട്. കൈയടിച്ചില്ല. ലക്ഷ്മി, നമ്മൾ എന്തെങ്കിലും ഒരു ഐശ്വര്യമായിട്ടുള്ള ഒരു കാര്യം തുടങ്ങാൻ പോകുമ്പോൾ നമ്മളിപ്പോ ഒരു പന്തലായാലും ഒരു നല്ലൊരു ഇനോഗ്രേഷൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ആർച്ച് കാണാം. അതിന്റെ രണ്ട് സൈഡ് 2 വാഴ വെക്കും. നമ്മൾ അതൊരു ഐശ്വര്യത്തിന് വേണ്ടി. അങ്ങനെ ആരാ ഇവിടത്തെ ഈ വാഴ ഇളക്കി വെച്ച ഈ വാഴ കുഴച്ച് ശരി. അപ്പഴേ പറഞ്ഞിട്ടില്ലേ ഈ വാല കുഴച്ചെന്ന് പറഞ്ഞതും തെറ്റിപ്പോയി. അപ്പളേ എന്തായാലും നമ്മുടെ ഷോ നല്ല റേറ്റിംഗോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ബ്രാൻഡിങ്സും ഉണ്ട്, സ്പോൺസർഷിപ്പും ഉണ്ട് നമ്മുടെ ഷോയിൽ. എന്നാലും അങ്ങനെ അത്രയും പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അത്യാഗ്രഹം, കുറച്ചും കൂടെ ലാഭം കൂടുതൽ കിട്ടിയാലും. അപ്പൊ എന്ത് ചെയ്തു അറിയോ? നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിന്റെ ചെറിയൊരു ഭാഗം കൂടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. കണ്ടില്ലേ, ഇന്നാണ് ഉദ്ഘാടനം. ഇതാരാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ? ആരാണ് ഇതിന്റെ? അല്ല, അതൊക്കെ സർപ്രൈസ് ആണ്, വഴിയെ വരും. എന്തായാലും ആദ്യമായിട്ടാണ് സ്റ്റാർ മാജിക് ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു സലൂൺ ആൻഡ് സ്പാക്ക്. പ്രൊപ്പറേറ്റർ ഞാൻ വിളിക്കട്ടെ ഇനോഗ്രേഷന്? ആണോ? വരൂ ഏട്ടാ പ്ലീസ്.
പഞ്ചായത്തിൽ നിന്ന് കൊതുകിന് മരുന്നടിക്കാൻ ഇതാണ് കുഴപ്പം. ഇതിന്റെ കളിഞ്ഞ കോമഡി കേട്ട് സഹിക്ക വയ്യാതെയാണ് ഞാൻ ഈ കട തുടങ്ങുന്നത്. അയ്യോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എന്റെ കോമഡി ഒന്നും ഇവിടെ ഏക്കുന്നതുമില്ല. അപ്പൊ സൂചേട്ടൻ ഇനി ഗെയിം കളിക്കാൻ ഉണ്ടാവില്ലേ? ഞാൻ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു. അയ്യോ, ജോലി ജീവിക്കാൻ ആഗ്രഹം അല്ലേ? ഞാൻ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചെന്നേ. നന്നായി നിനക്കതാണ് പറ്റുന്നത്. കറക്റ്റാ. അങ്ങനെയാണെ നിങ്ങൾ തുടങ്ങേണ്ടത് ആക്രിക്കടയാണ്. പഴയ സാധനങ്ങൾ വിൽക്കുന്ന സംഭവമല്ലേ? എന്റെ കട കൊടുക്കുന്നോ ആക്രി കട? ഇല്ലല്ല, ഞങ്ങള് പഴയത് എടുക്കാറില്ല. പ്രൊഡ്യൂസർ എന്റെ അടുത്ത് പറഞ്ഞ്, നീ ഇത്രയും നാളും പണി എടുക്കാതല്ലേ തിന്നോണ്ടിരുന്നത്, ഇനിയെങ്കിലും എന്തെങ്കിലും പണി ചെയ്ത് തിന്നടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ബാർബർ ഷോപ്പ് തുടങ്ങിയത്. എന്നിട്ടും പണി ചെയ്യുന്നുണ്ടോ? നിന്നും മെഴുകുമല്ലേ ഇവിടെ? ഞാൻ പണിയെടുക്കാൻ പോവല്ലേ. ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇന്ന് എന്റെ കൃഷ്ണമണിയുടെ പോളൂ. ഇതാ വരുന്നേ. ചേട്ടാ അത് നമ്മുടെ ഓഡിയൻസ് സാറും ആയിക്കോട്ടെ. ഇനി ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് ഉള്ളു മേടിച്ച് കെട്ടാൻ. എന്റെ കട ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഡൈ ചെയ്യാൻ വരണം. വരുന്ന ഓഡിയൻസ് അല്ല, എന്റെ കടയുടെ ഉദ്ഘാടനത്തിന് ഞാൻ ക്ഷണിച്ചിട്ട് വന്നതാണ് ഇടിക്കുന്നത്. പിള്ളേരെ എഴുന്നേറ്റപ്പ അയ്യോ, അല്ല ഇത്രയും ഓഡിയൻസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ സത്യത്തില് സൂചേട്ടന് ഇത്ര ബുദ്ധി ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഭയങ്കര ബ്രാൻഡിംഗ് അല്ലേ കിട്ടിയ. സ്റ്റാർ മാജിക്കിന്റെ ഒരു സ്പേസ് എടുക്കണം, ടിവിയിലും ഇതുവരും ഭയങ്കര പ്രൊമോഷൻ, വേറെ പരസ്യം കൊടുക്കണ്ടല്ലേ? അല്ലേ കടയുടെ പേരെന്ന് പറയാമോ? കടയുടെ പേര് പാവക്കുട്ടൻസ്. ഇത് ഇവിടെ തുടങ്ങണം, ഇത് ലണ്ടനിൽ തുടങ്ങണമായിരുന്നു ഈ പേര്. പാവക്കുട്ടൻസ് സലൂൺ ആൻഡ് സ്പാ. വാവക്കുട്ടൻ സാറാണ്. പാവക്കുട്ടൻ ആരാണെന്ന് ഞാൻ പറയണോ? എനിക്കറിയാം. എല്ലാം അറിയാൻ ചെയ്യാം. പിന്നെ പറയണം. മാലോഹർ അറിയട്ടെ. എന്റെ വെണ്ണുമ്പുള്ള അടിമാലി പുള്ളിയുടെ കത്രിക തട്ടി നോക്കിയാണ് ആലീസിന്റെ കോളർ സെപ്പറേറ്റ് ആയി പോയി. ഈ കൗണ്ടർ അസീസ് എന്നോട് പറഞ്ഞേ. ഈ കൗണ്ടർ ഞാൻ ഈ കത്രിക കൊണ്ട് മുറിച്ച് കളയും. അത് നല്ലൊരു കൗണ്ടറാണ്. ഏതാ ആ കൗണ്ടർ? നല്ലൊരു കൗണ്ടറാണ് കൗണ്ടർ. അസൂയാലുക്കൾ അങ്ങനെ പലതും പറയും, നമ്മൾ അതിൽ തകരാൻ പാടില്ല. എന്റെ പിന്നാലെ വരും, നോക്കിക്കോ. സാർ, എന്റെ കടയില് ഒരു പുതിയ സംഭവം ഉണ്ട്. സാർ, ഏതാണ് ബ്രാൻഡ്? ബ്രാൻഡാ? അതൊന്നും അല്ല. സ്പാ. വീണ്ടും ചെയ്യുന്ന ആരെന്നറിയോ? മഞ്ജു ഫ്രം മണാലി. എല്ലാം പുറകെ വരും. അപ്പൊ ഇന്ന് ഐശ്വര്യ ഇനാഗ്രേഷൻ നടത്താൻ പോവാ. ഇനാഗ്രേഷൻ നടത്തണം. നിങ്ങൾ ആരെങ്കിലും എനിക്കത് ചെയ്തു തരണം. ഉദ്ഘാടനം. ഞങ്ങളാർക്കും വിലയില്ല. താനും നീ ഐശ്വര്യമായിട്ടാണ് എന്റെ കട ഉദ്ഘാടനം ഞാൻ ചെയ്യാം. ഞാൻ പറ്റിയ ഒരാളെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യണം. രണ്ടിന്റെ അത് പൂട്ടും. ഞാൻ ഓരോ ദിവസം കൂടെ ഉണ്ട് ചേട്ടാ. എല്ലാ ലക്ഷണം വെച്ച് നോക്കുവാണെങ്കിൽ അതിന് ഉത്തമനായ മനുഷ്യൻ ഞാനാണ്. ഞാൻ ചെയ്തു തരാം. പിറ്റന്ന് പൂട്ടും. പിറ്റന്നേരം പൂട്ടും. ഇതിപ്പോ എന്ത് ചെയ്യും? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സൂചേട്ടനല്ലേ, സൂചേട്ടൻ ഞാൻ ചെയ്തുതരാം. അപ്പൊ തന്നെ പൂട്ടും. ഞങ്ങളൊക്കെ 2, 3, 4 ദിവസമൊക്കെ കിട്ടും. ഇത് അപ്പോഴേ സ്പോട്ടിൽ പൂട്ടും. നല്ലൊരു കട ഉദ്ഘാടനം ചെയ്തിട്ട് കത്രിയ മുറിക്കുമല്ല, ഷട്ടർ ഒരു താഴേക്ക് പോകും. അപ്പൊ പറ, ഇതിപ്പോ ആര് ഉദ്ഘാടനം ചെയ്യും? ആര് ഉദ്ഘാടനം ചെയ്താലും കട പൂട്ടും. എന്നാ പിന്നെ ആരെങ്കിലും ചെയ്തോട്ടെ. എന്തൊരു പ്രാക്കാടാ. അതെന്താണ് ഞാൻ പറഞ്ഞത്? തെറ്റെന്താ? ഇത് കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരും. എന്തിനാ? അടിക്കാതിരുന്ന കൈവിറയ്ക്കുന്ന ആളാണ്. കത്രിക എവിടൊക്കെ കയറുമെന്ന് തന്നെയാ. അതെ, ഈ കൈവറയിലോണ്ട് നമ്മൾ രക്ഷപ്പെടാം. താടിയിൽ ഹമ്പുണ്ടാക്കി തരും. ചേട്ടാ, ഈ വാവക്കുട്ടൻ സലൂൺ ആൻഡ് സ്പായുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? പ്രത്യേകത എന്ന് വെച്ചാൽ കയ്യിൽ കമ്പ് വെച്ച് കെട്ടിയിട്ടായിരിക്കും ഇത് ചെയ്യണം. അല്ലെങ്കിൽ വിറയ്ക്കും. കമ്പ്യൂട്ടർ നിൽക്കുന്ന ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഫസ്റ്റ് ഞാനായിരിക്കും. ചേട്ടാ, ഹലോ. എല്ലാം നന്നായിട്ട് ചീറ്റുണ്ട്. ചേട്ടാ, ഉദ്ഘാടനം കഴിഞ്ഞ ഫസ്റ്റ് ഞാനായിരിക്കും കേട്ടോ. ആണോ നോവി? താങ്ക് യു. എന്ത് ചെയ്യും? എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്താൽ കൊള്ളുന്നുണ്ട്. പിന്നെന്താ ഫേഷ്യൽ ചെയ്യാലോ? ഗോൾഡൻ ഫേഷ്യൽ. ഇപ്പൊ തന്നെ ഗോൾഡൻ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞു. ചേട്ടാ പറയട്ടോ, എന്തൊക്കെ ഫേഷ്യൽ ഉണ്ട് ചേട്ടാ? ഗോൾഡൻ ഫേഷ്യൽ, പപ്പായ ഫേഷ്യൽ, ഡയമണ്ട് ഫേഷ്യൽ, കുരുമാങ്ങ, മുരിങ്ങാക്കോലും ചെമ്മീനും. എന്റെ പൊന്നെ, നേരം വെളുത്ത്. അയ്യോ, മുട്ട വറുത്തത് പറഞ്ഞില്ല. മുട്ട വറുത്തത് ചമ്മന്തി. ടേസ്റ്റ് എന്താ? 3 കിണ്ണം ചോറുണ്ട്. 3 കിണ്ണം. അച്ചാറ് വെച്ചൊരു ഫേഷ്യൽ ഉണ്ട്. അടുത്ത് കണ്ണിരിയാ കുത്തി തരും. എനിക്കൊന്ന് കട്ടിങ് ചെയ്യണം. ഏതൊക്കെ തരം കട്ടിങ് ഉണ്ട്? പിന്നെ ആദ്യം ഈ പരിപാടിയിൽ നിന്ന് കട്ട് ചെയ്യണമെന്നുള്ളതാണ്. മുഹൂർത്തം ഒന്ന് വാ എന്റെ പൊന്ന് ലക്ഷ്മി. എന്നാ എല്ലാരും ഒന്ന് മാറിക്കേ. ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് വരാട്ടോ. പ്രിയമുള്ളവരെ,
വാവക്കുട്ടൻ സലൂൺ ആൻഡ് സ്പാ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം ചെയ്യുന്നു. അല്ല പേയ്മെന്റ് പേയ്മെന്റ് ഒന്നുമില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി 2 നിലയുള്ള പാവാട കൊടുത്ത് ഒരു കുട്ടി ഒരു ഷോപ്പ് ഉദ്ഘാടനം. അതെ, ഇത് കഴിഞ്ഞിട്ട് ഈ കത്രിക ഒന്ന് തരണേ. ഈ കൗണ്ടർ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ. ഇത് 2 നിലയുടെ കൊണ്ടുവരണം. ആ, ഈ 2 നിലയുടെ കട്ട് ചെയ്യണം. ഓക്കെ, ആയിക്കോട്ടെ. സലൂൺ 8 സ്പാ എന്ന് പറഞ്ഞ മനസ്സിലായത് 8 സ്പാ അല്ലടാ, ആൻഡ്. കുഴപ്പമില്ല. എല്ലാവരുടെ സമ്മതത്തോടുകൂടി വാവക്കുട്ടൻ സലൂൺ ആൻഡ് സ്പാ. കയ്യടേ കയ്യടേ. ലക്ഷ്മി നക്ഷത്രയുടെ ബാക്കിൽ എടുത്തിട്ട് വിട്ടാരാ. വേറെ ലെവൽ. കാണുന്ന പോലെയല്ല, അകത്തൊന്നുമില്ല. തുടങ്ങിയല്ലേ ഉള്ളൂ, ഇനി വന്നോളും. ഓ, അവന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അവന്റെ തല പോലെ കടയിലും ഒന്നുമില്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കെട്ടുവള്ളത്തിലോട്ട് കയറുന്നവളാ. ആരാണ് ആദ്യമായിട്ട് മുടി വെട്ടാൻ വരുന്നത് എന്റെ കടയിൽ? ഞാനില്ലേ? അസീസേ, ബിഗ്ഗൂരിറ്റി ചെല്ലടാ. സൈഡിലെ മുടി. ഏയ്, ഞാൻ വേറൊരു കാര്യം പറയാം. ഉദ്ഘാടനം ചെയ്യുന്ന ആളെ തന്നെ മുടി വെട്ടുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, അതാണ് ശരി. ബിനീഷിന് സമയമില്ല, അതുകൊണ്ട് തല തന്നേച്ച് പോവാം, പിന്നെ വൈകിട്ട് കൊടുത്താൽ മതി വെട്ടി. ബിനീഷിന്റെ മുടി വെട്ടണമെങ്കിൽ കത്രിക പോരാ, പിന്നെ പുല്ല് വെട്ടി വേണം. അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം. ഈ മഞ്ജുവിന് എത്ര പ്രായം ഉണ്ടാവും? മഞ്ജുവിന്റെ പ്രായം ഒന്നും ഞാൻ പറയുന്നു, അതൊക്കെ വരുമ്പോ അങ്ങ് കണ്ടാ മതി. അപ്പൊ നിങ്ങളുടെ കാര്യം നടക്കട്ടെ, ഇവിടുത്തെ കാര്യം എന്താ നടക്കട്ടെ? നമുക്ക് നമ്മളെ കാര്യം നടത്തണ്ടേ? വരൂ വരൂ, എന്തൊരു ആവശ്യമില്ലാത്ത എല്ലാരും കൈയടിക്കൂ, ഗെയിം കളിക്കണ്ടേ? എന്റെ മാഷേ റെഡിയാണ് റെഡിയാണ്. റെഡിയാണാ? കണ്ട് പടി. വേറൊന്നുമല്ല, ഇന്ന് ഈ പരിപാടിക്ക് വരാൻ വേണ്ടിട്ട് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഡൈ അടിച്ചോണ്ട് പോയ ആളാ കുളിച്ചപ്പോ അതേ ആ കോലമായി. നീ സാറേ മാഷ വരണ്ട. ശരി, എന്തായാലും ഇപ്പൊ ഓരോരുത്തരുടെ സിനിമയിൽ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് കേട്ടോ. കാരണം പുള്ളിക്ക് 10 പൈസ ചെലവില്ലാതെ ഇനോഗ്രേഷൻ വരെ നടന്നില്ലേ? അതെ അടിമാലി, എനിക്ക് എന്റെ അടുത്തൊരു സജഷനുണ്ട്. നല്ല നല്ല കൗണ്ടർ അടിച്ച് പരിപാടി ഒന്ന് പൊലിപ്പിച്ചെടുക്കും കേട്ടോ. അതുപോലെ ഉല്ലാസേ, ഇല്ലെങ്കിൽ എന്നെ പോലെ പല ഒരു കടയിട്ട് അപ്പുറം കൂടെ ഇരിക്കേണ്ടി വരും. അങ്ങനെയാണേ വേറെ കേട്ടൂടെ ഉണ്ട്, ഇവിടെ കടകളുടെ ലഹളയായിരിക്കും. എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ വാവക്കുട്ടൻ സലൂൺ ആൻഡ് സ്പാ പ്രൊപ്പറേറ്റർ കൊസു ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയും നമ്മൾ നൽകിക്കൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സ്റ്റാർ മാജിക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ഇത് സ്റ്റാർ മാജിക്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ വരാൻ പോണ ഗസ്റ്റിനെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൈബാണ് കേട്ടോ. ഒരു ആക്ടർ, ഒരു ഡാൻസർ, സിംഗർ, ഇങ്ങനെയൊക്കെ പോവും. അതിലുപരി ഞാനൊരു ക്ലൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ഒരു ക്ലൂവിന്റെ നിലവാരം വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഉത്തരം പറയില്ലായിരിക്കും. പറയട്ടെ, ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് പേരിൽ തന്നെ വളരെയധികം റിച്ച്നെസ് തോന്നുന്ന ഒരു ബോയ്. റിച്ച് ബോയ്. കിട്ടി. റിച്ച് മാൻ തെറ്റിപ്പോയി. റിച്ചൂട്ടൻ. മണിരത്നം. ഓ, ഓഡിയൻസ് പറയും കുട്ടികൾക്ക് നിങ്ങളെക്കാളും വിവരവും വിദ്യാഭ്യാസവും കൂടുതലുണ്ട്. ഒന്നുകൂടെ പറയാം, പേരിൽ തന്നെ വളരെയധികം റിച്ച്നെസ് തോന്നുന്ന ബോയ്. മൈക്ക് പറയൂ സർ, സാറിന്റെ പേരെന്താ സർ? എന്റെ പേര് സോജൻ വർഗീസ്. നല്ല പേര്. ഓക്കെ, ഈ ഒരു ക്ലൂവിന്റെ ആ ഒരു പേര് കൂടെ സാർ പറയൂ. താങ്ക് യു. പേരിൽ തന്നെ റിച്ച്നെസ് തോന്നുന്ന ഒരു ബോയ്. ഉത്തരം റിച്ച്നെസ് ഉള്ള ആള് മണിയുള്ള ആളായിരിക്കും, ചിക്കിലിയുള്ള ആളായിരിക്കും. കറക്റ്റ്. അപ്പം മണിയുള്ള ചിക്കിലിയുള്ള വീട്ടിലെ പയ്യൻ മണിക്കുട്ടനായിരിക്കും. പേരിൽ തന്നെ റിച്ച്നെസ് ഉള്ള ഒരു ബോയ് ആണ്. ലെറ്റ്സ് വെൽക്കം മണിക്കുട്ടൻ ടു സ്റ്റാർ. ഇപ്പൊ നല്ല തലയാണ്, അത് മൊട്ടയടിച്ച് വിടാ. മൈക്കും ചേട്ടാ എല്ലാ മൈക്കും ചേട്ടെടുത്തും. കൊസു ഇവിടെ ഇല്ലാത്ത ആളാ. ഇവിടുന്ന് പോയി വേറെ ജോലി ഇന്റർഫിയർ ചെയ്യരുത് കേട്ടോ. എന്റെ കടയിൽ വന്ന ആളെ ഇവിടെ പിടിച്ചിരുത്തിരിക്കണ എന്തിനാ? ചേട്ടാ, ഞങ്ങളുടെ ഷോയില്, അതായത് സ്റ്റാർ, ഇപ്പൊ ചേട്ടന്റെ ഷോ അല്ല, സ്റ്റാർ മാജിക് എന്ന് പറയുന്ന നമ്മുടെ ഷോയില് അത് എന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നാണെന്ന്. മണിക്കുട്ടന് വലിയൊരു നഷ്ടമാണ്. അതെ, എന്താന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ കൊമേഡിയൻ ആയിരുന്നു അദ്ദേഹം. ഇത് മതിയാക്കി അവിടെ ഒരു കട തുടങ്ങിയിരിക്കുകയാണ്. പേര് മാറ്റി വാവക്കുട്ടൻസ്. ഇവന്റെ വൈഫിനെ ഇവൻ വിളിക്കുന്ന പേരാണ് വാവുക്കുട്ടൻ.
എക്സ്പ്രഷൻ പെട്ടെന്ന് പേര് അവർക്ക് അങ്ങനെ തന്നെ ഈ വേണം. ഞാൻ ചേട്ടനോട് ചേർന്ന് കഴിഞ്ഞാൽ കുട്ടൻ ആൻഡ് കുട്ടൻ സ്റ്റോപ്പ് എന്നാക്കാൻ പറ്റും. അടിപൊളി ആക്കേ. യു മീൻ പാർട്ട്ണർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇനിയിപ്പോ നമ്മള് ആർട്ടിസ്റ്റുകളെല്ലാം സൈഡ് ബിസിനസ് ഒക്കെ തുടങ്ങിയില്ലേ? ശരി, so once again let's welcome മണിക്കുട്ടൻ to Star Magic. ഇന്ന് സത്യം പറഞ്ഞ ചേട്ടന്മാരെല്ലാം തകർന്നു നിൽക്കുകയാണ്. കാരണം മണിക്കുട്ടന്റെ ആ ഒരു ഫാൻ സപ്പോർട്ട്, എസ്പെഷ്യലി ഗേൾസിന്റെ കാര്യം. പെൺകുട്ടികൾ അവിടെ എണീറ്റ് നിൽക്കുന്നു, ഇവിടുത്തെ ഗേൾസ് ആണെങ്കിൽ കൂടെ ഡാൻസ് ചെയ്യുന്നു. ചേട്ടന്മാർക്ക് നൈസായിട്ട് ഈഗോ അടിച്ചിട്ടുണ്ട്. അവരോട് പറയാനുണ്ടോ? ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാനിപ്പോ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 17 വർഷമായി. എല്ലാ ഫംഗ്ഷനും എല്ലാ പ്രോഗ്രാമിനും ചെല്ലുമ്പോൾ ഈ ഗേൾസ് ഫാൻസിനെ കുറിച്ച് ചോദിക്കുന്നു. പക്ഷെ കല്യാണ കാര്യം ചെന്ന് ആർക്കെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്റെ ഒരു ചേട്ടനെ പോലെയാണ്, എന്റെ കുളത്തിൽ വീണ് ചത്ത അമ്മാവനെ പോലെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ടെൻഷനോ അല്ലെങ്കിൽ അതിൽ അസൂയപ്പെടും. അല്ലല്ല, ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാ സുധീറിന്റെ കടയിൽ ജോലി കിട്ടും. ആരാടാ എന്റെ കടയെ പറ്റി പറഞ്ഞ അവിടെ? അല്ല, ഞാനെണ്ണ എനിക്ക് ജോലി തരാന്ന് പറഞ്ഞു. ഓക്കെ അണ്ണാ, ഓക്കെ, ശരി. നടക്കട്ടെ നടക്കട്ടെ. ശരി. ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന മെഷീനില്ലേ, അതില്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വായിക്കാത്ത കൊണ്ടിട്ട് അങ്ങനെ വെക്കും. അവിടെ പോണതിന് മുമ്പ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അത് എയറിൽ പോകുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. നേരത്തെ ഈ ഫാൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ മണിക്കുട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ മൊത്തം സഹോദരനായിട്ടാ കാണണേന്നുള്ളത്. അതിൽ ഭയങ്കരമായിട്ട് ഖേദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെരുപ്പെടുത്തെറിയ പോടാ പട്ടി എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് അതിനകത്തൊരു മാറ്റം, ഇതിനൊരു ഒരു കയറ്റം. കൊസുവിനൊരു കിട്ടിയതുപോലെ അതെ അതെ, ഒരു കയറ്റമുണ്ട്. അതെ, ഒരുപാട് പേരുടെ അപ്പൊ ശരിക്കും ലൈഫിൽ ഒരാളുടെ അളിയനായിട്ട് മാറട്ടെ. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു എപ്പിസോഡ് യൂട്യൂബിൽ വരണേക്കാളും മുന്നേ ആ ഒരു ശുഭവാർത്ത നിങ്ങൾ അറിഞ്ഞിരിക്കും ഗൈസ്. മണിക്കുട്ടന്റെ വിവാഹമായി എന്നുള്ളത്. കാണിച്ചേ, കരുനാക്കല്ല. പക്ഷെ വിഷമയില്ലേ? കരുനാക്കല്ലാരുണ്ടാനോ? കരുനാക്കായിരുന്നു അത്. ലിപ്സ്റ്റിക് നാക്കിൽ പറ്റി. എന്നാ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ആഗ്രഹപ്രകാരം. അല്ല, ഇത് സ്റ്റാർ മാജിക് ആണോ ഇതോ മാട്രിമോണി ആണോ? അല്ല ചേട്ടാ, എന്റെ കരുനാക്കല്ല എന്നുള്ളൊരു വിഷമാണല്ലോ ഉള്ളേ. കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള കരുനാക്കുള്ള മണിക്കുട്ടൻ അനുക്കുട്ടി. ഒരു കുട്ടി ഇവിടെ എടുക്കാനുണ്ട്. നമ്മുടെ നെടുമങ്ങാടിന്റെ അഭിമാനമായ അഫീഫല്ലാന്ന് പെട്ടെന്ന് എന്തൊക്കെയോ. ആരിനാട് അനു. കുടപ്പനക്കുന്ന് മണിക്കുട്ടൻ ആരായാലും അനു, എന്തെന്ന് പതിവിലും വിപരീതമായിട്ട് അച്ചടക്കത്തോടുകൂടി നിക്കണേ? അടുത്ത് നിൽക്കണോ? നാട്ടുകാരൊന്നും അറിയണ്ട ഇവിടുത്തെ കാര്യം. വന്നപ്പോ പരിചയപ്പെട്ടായിരുന്നു അല്ലേ? അതെ, എന്റെ നാട്ടുകാരനാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടല്ലേ? അല്ല, നേരിൽ കാണുന്നത് നമ്മൾ ഇവിടെ വന്നിട്ടാണല്ലേ ചേട്ടാ? പക്ഷെ അനു എങ്ങനെ നാട്ടുകാരനോ? നിന്റെ വീട്ടിൽ വെളുപ്പിന് 6 മണിക്ക് ഇറങ്ങിയ വൈകിട്ട് 8 മണിക്ക് അവന്റെ വീട്ടിന്റെ അടുത്ത്. അതൊക്കെ മനസ്സിലാക്കുക. അതങ്ങനെ എന്റെ വീട് അടുത്തല്ലേ, ട്രിവാൻഡ്രത്ത്. ഇല്ല, ഈ സ്റ്റാർ മാജിക് ഇത്ര ഈ പറഞ്ഞ പോലെ പല സീസണും കഴിഞ്ഞു. എപ്പോഴെങ്കിലും എന്നെ വിളിക്കുമെന്ന് ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചു, കുറേ കാലമായി പ്രതീക്ഷിച്ചിരുന്നു. ഫസ്റ്റ് സീസൺ നിങ്ങൾ ഹിറ്റായി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ഐഡിയ ചെയ്തു. ഈ അനു പോകുന്ന നെടുവങ്ങാട് ഞങ്ങളുടെ വീടിന്റെ പേരൂർക്കോട് വഴിയാണ്. അപ്പൊ ഞാൻ അവിടെ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊരു ഫ്ലെക്സ് ഒക്കെ വെപ്പിച്ചു. ഞങ്ങളുടെ നാടിന്റെ അഭിമാനമായ മണിക്കുട്ടനെ സ്റ്റാർ മാജിക്കിലേക്ക് ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട്. ഞാൻ രാവിലെ ഞാൻ തന്നെയാണ് ആ ബോർഡ് വെച്ചിട്ട് കാര്യമില്ല, വായിക്കാൻ അറിയത്തില്ല. പേരൂർക്കടാന്ന് മാത്രം വായിക്കാൻ അറിയില്ല. പഴയ കാരണന്മാർക്ക് ചാരായം, കള്ള് ഇതൊക്കെ മാത്രം വായിക്കാറുള്ളൂ, വേറൊന്നും വായിക്കാൻ അറിയാൻ അതുപോലെ പല്ലിട്ട് തികയാത്ത കുട്ടികൾ ഈ കോമഡിക്ക് കൈയടിക്കരുത്. അല്ല, ഇത്ര എനർജി ആയിട്ട് സംസാരിക്കുന്ന ബിനു അടിമാലി പുള്ളി അങ്ങ് തലപ്പ് വെച്ച് കയറിക്കൊണ്ടിരിക്കുക. ക്ലപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് അമേരിക്കക്കാരും തിരുവനന്തപുരംകാരും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ക്ലപ്പ്. ആർട്ടിന്ന് ആരെങ്കിലും ഒന്ന് പറയണേ. ആർട്ടിന്ന് കൊളസ്ട്രോൾ വന്നാൽ മതിയോ? ഹലോ, ആർട്ടിന്ന് കുറച്ച് ഉറുമ്പൊടി വേണം. എന്തിനാ? അതിനകത്ത് ഒരാളിരുന്ന് അവിടെ ഇതല്ല ചീറ്റിക്കൊണ്ടിരിക്കുന്നു. പറ്റിയാ പറഞ്ഞേ, ആ സാധനം നീ തന്നെ വന്ന് ചീറ്റിക്ക് വേണം. പറയുന്നതൊക്കെ ചീറ്റിക്കൊണ്ടിരിക്കുന്നു. ഇടക്കിടക്ക് മുഖത്തടിക്കണകത്തിരിക്കുമ്പോ അത് ഉറങ്ങിപ്പോവും. ചേട്ടാ, ഇഷ്ടപ്പെടാത്ത കോമഡി ആണെങ്കിൽ വെള്ളം അടിക്കണ്ട, വളരും. ശരി, ബിനിച്ചേട്ടൻ ഈ പറയുന്ന പോലെ കോമഡി പ്രോഗ്രാം ഒക്കെ ചെയ്തു. ഞാനൊക്കെ ബിനിച്ചേട്ടൻ വലിയ ഫാനാണ്. അത് മതി. ഞങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് ചെയ്യുന്ന സിനിമ പാവാട. അതെ അതെ, മണിക്കുട്ടാ സത്യം പറ. പാവാട സിനിമ. അവൻ ഉറങ്ങിയതാ, പാവാട ഇറങ്ങി വന്ന് നിൽക്കണുണ്ടവൻ. ഇപ്പൊ ഇവിടുന്ന് പോയല്ലേ ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ ഡബ് ചെയ്യാനായിട്ട് ഒരു ദിവസമായിരുന്നു ഡബിങ്ങിന്. അപ്പം ഞാൻ നേരത്തെ എത്തി ഡബിങ്ങിന്. അപ്പം ബിനിച്ചേട്ടൻ അടിമാലി താമസത്തില്ലേ? അവിടെ എത്തിയില്ല. അപ്പൊ ബിനിച്ചേട്ടൻ വരണം. ഞങ്ങൾ ഓരോ സീൻ കണ്ടോണ്ടിരുന്നപ്പോ ഈ സീൻ ഇങ്ങനെ പൊലിപ്പിക്കാം. അപ്പം ബിനിച്ചേട്ടനല്ലേ കൗണ്ടറൊക്കെ ഇട്ട് പൊലിപ്പിച്ചോളും, നമുക്ക് ആ ഡബിങ് ഡയലോഗ് ഒക്കെ ചെയ്ത് പൊലിപ്പിച്ച് കളയാന്നൊക്കെ വിചാരിച്ച്. അപ്പൊ ഞാൻ അടുത്ത് എന്റെ ഡബിങ് കഴിഞ്ഞ് ബിനിച്ചേട്ടൻ ഡബിങ് കേൾക്കാം. സീനിയർ അല്ലേ, നമ്മളൊരു ആരാധിക്കുന്ന ഐഡിയൽ.
അങ്ങനെ ഞാൻ ഇറങ്ങി ബിനുചേട്ടൻ ഡോർ തുറന്ന് കയറിയാണ്. അപ്പൊ ഞാൻ ബിനുചേട്ടനെ കണ്ടിട്ട് ബിനുചേട്ടാന്ന് പറഞ്ഞ് നിൽക്കാൻ ഞാൻ ഡോർ തുറന്ന് കയറി ബിനുചേട്ടൻ എന്നെ കണ്ടിട്ട് മണിക്കുട്ടാ ഇങ്ങനെ ഒരു നിപ്പാണ്. അപ്പൊ ഞാൻ ഇതെന്ത് പറ്റി? മണിക്കുട്ടോ ഞാൻ കൊച്ചുണ്ണി മുതൽ മണിക്കുട്ടിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ആനന്ദ് ഈ പറഞ്ഞ ആരാധകൻ എന്ന രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ശരി, ഭയങ്കര സന്തോഷം, പുള്ളി ഡബ്ബിങ്ങിന് കയറട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നന്നായി ഡബ് ചെയ്യണ കാണാന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് കയറി. ഞങ്ങൾ ഈ സ്റ്റുഡിയോക്കകത്തിരിക്കണം. 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ഒരു സംഭവം 1 മണിക്കൂറായിട്ടോ 2 മണിക്കൂറായിട്ടോ കുറച്ച് ഡയലോഗേ ഉള്ളൂ പുള്ളിക്ക്. അത് തീരുന്നില്ല. പുള്ളി അത് ശരിയാവണേയില്ല. പുള്ളി പറയുമ്പോൾ അങ്ങ് ഇവിടെ പറയുമ്പോൾ അങ്ങ് സ്ലിപ്പായി പോകുന്നു. അപ്പൊ അകത്തുനിന്ന് ഇങ്ങനെ ഒരാളെയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഭയങ്കര ഹൈപ്പാണ്, പക്ഷെ സത്യാവസ്ഥ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. നമ്മളെല്ലാരും വിചാരിച്ചത് അടിമാലി ഇത് കാശ് കൊടുത്ത് പ്രൊമോഷൻ ചെയ്യിക്കാണ്. അടിമാലിയുടെ തകർച്ചയായിരുന്നു. ഇടക്കേറിയത് പൊളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൗണ്ടർ പറയണ്ട. ആ കൗണ്ടർ എങ്ങനെ വരും? ശരി, അതെങ്കിലും നന്നാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഡയറക്ടർ അവ ആദ്യം ഉള്ള ഡയലോഗ് നേരിച്ചോ പറയട്ടെ. അങ്ങനെ കംപ്ലീറ്റ് കൈവിട്ട് പോയി. ഞാൻ നടത്തി ചേട്ടാ വിഷമിക്കണ്ട ചേട്ടാ, എന്റെ പെട്ടെന്ന് കഴിഞ്ഞു ചേട്ടാ, ഇതൊക്കെ ഉണ്ടാവും, വിഷമിക്കണ്ട. വിഷമമൊന്നുമില്ല മണിക്കൂട്ടാ, ഞങ്ങളിത് സ്ഥിരം അനുഭവിക്കണേ. അത്ര വലിയ പാവം മനുഷ്യനാണ്. കാരണം എന്നെ കണ്ടിട്ട് ഉള്ള ഡയലോഗിൽ മറന്നു ഒരാളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പുരിയ അടിമാലി ഇവിടെ വേണമെങ്കിൽ വന്നിരുന്നോടാ, എനിക്കൊരു ഹെൽപ്പർ ആവശ്യം. പിന്നെ നമ്മുടെ വിനിഷേട്ടൻ ഷോ മൈ ബ്രോ. എന്റെ ഏറ്റവും നല്ല കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പടം എന്ന് പറയുന്നത് ചോട്ടോ മുംബൈ ആയിരിക്കും. ചോട്ടോ മുംബൈ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് 30 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പം ഈ ക്ലൈമാക്സ് ആയിട്ട് ലാലേട്ടനും ഉണ്ട്. എടാ നീ അറിയില്ലേ ബോംബ് കഥയിൽ ഇവളുണ്ടെന്ന് പറഞ്ഞാൽ ചോട്ടോ മുംബൈയിൽ അവനും ഉണ്ട്. ഞാൻ സത്യം പറയട്ടെ, മണിക്കൂട്ടരുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാഞ്ഞത് ഇപ്പൊ ഭാഗ്യമായി. അതല്ല ഞാനൊന്ന് ഇനി ആരൊക്കെയാണ് മണിക്കൂറിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്? ഷിയാസ്. ഇന്നത്തെ എപ്പിസോഡിൽ മിണ്ടിയിട്ടില്ല. ഷിയാസിന് പകരം വിനീഷ് ബ്രോ, ഞങ്ങള് ചോട്ടോമ്പി കിടക്കുന്ന സമയത്ത് ക്രിസ്മസ് അപ്പുവിന്റെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അത് ഏതാണ്ട് 10 ദിവസത്തോളം എടുത്ത് ചെയ്തതാണ്. നൈറ്റ് മാത്രം ഷൂട്ട്. അപ്പൊ ഞങ്ങള് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ ഫൈറ്റ് വേണം. അപ്പൊ ലാൽ സാറിനെ മണിച്ചേട്ടനെയാണ് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് ബിനീഷാണ്. ബിനീഷ് ഞാനും കൂടെ ഇത് നമുക്ക് ശ്രദ്ധിക്കാന്നില്ല, നമുക്ക് ഇവിടെ കിടന്ന് അടിപൊളിയാ മതി. ഈ പറയുന്ന പോലെ ഒരുപാട് അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ഈ പിന്നെ ഷിയാസ് ഞാനും കൂടെ ഒന്നിച്ച് മലയാളത്തിലെ ഏറ്റവും വൻ ബഡ്ജറ്റ് സിനിമയായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ആണ് അഭിനയിച്ചത്. ചോട്ടാവുമ്പോ ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പൊ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ സീനിയർ ആർട്ടിസ്റ്റ് വർഷം കഴിയുമ്പോ വയസ്സാവൂലേ? അപ്പൊ സീനിയർ ആവൂലേ? ഇല്ല, ഞാന് വിജയ് സാറിന്റെ പടത്തില് പുള്ളി ഒരു അടി അടിച്ചപ്പോ വിജയ് സാറിന്റെ അടി വാങ്ങിക്കുന്ന ഷോട്ടുണ്ട്. അപ്പൊ ഞാൻ പറയടാ ചോട്ടാവുമ്പോ ഞാൻ അടിച്ച ആളടാ വിജയ് സാർ അടിക്കുന്നത്. അപ്പൊ അതൊക്കെ വലിയ അഭിമാനത്തോടെ പറഞ്ഞ കാര്യമാണ്. എത്രയോ നല്ല പടങ്ങൾ വിജയുടെ വന്നു, തെറിക്കാത്ത അഭിനയിക്കാനല്ലേ ഇവന് അവസരം കിട്ടിയത്. ഷിയാസ് മരക്കാറിൽ അഭിനയിച്ചല്ലോ. ഷിയാസ് അന്ന് ഈ പറയുന്ന പോലെ ഈ ഹൈദരാബാദാണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പം ബാഹുബലിയുടെ സെറ്റ് കാണാനായിട്ട് ഞങ്ങളുടെ സെറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. സെറ്റ് കാണാനായിട്ട് ഒരുപാട് മലയാളികൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വരുന്ന ആൾക്കാർ ലാൽ സാറ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ അറിയുന്ന ഷിയാസിനെയായിരുന്നു. ഷിയാസ് ഫോട്ടോ എടുക്കാനും എന്നിട്ട് ഷിയാസിന് അതിനുശേഷം ഒരു സീന് കൊടുത്തു. ഞാൻ ഇതുവരെ പ്രിയൻ സാർ ആരും ചീത്ത വിളിക്കണ കേട്ടിട്ടില്ല. അതെ, വാടാ പോടാ വാടാ പോടാ. ആ സമയത്ത് ഞാൻ ഷിയാസിനെ വിളിച്ചായിരുന്നു. എന്തോ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോ പുള്ളി പറഞ്ഞ് ഞാൻ ഹൈദരാബാദിലാണ്. എവിടാന്ന് ചോദിച്ചാ പറഞ്ഞ ദാമോദര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാന്ന്. ആദ്യത്തെ ഷെഡ്യൂൾ നമുക്ക് 10 ദിവസമായിരുന്നു. അതാ നമ്മൾ തുടക്ക സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ എന്താ ദൈവമേ ഇത് എത്തിപ്പറ്റിയല്ലോ, കിട്ടണ വണ്ടി പിടിച്ച് പോയി ഓടിക്കളഞ്ഞാലോന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഷിയാസ് വന്ന് അഭിനയിച്ച് 10 ദിവസം നമുക്ക് ഈ രാമോജിലായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പുറത്ത് ഓടാൻ പറ്റില്ല. കാരണം ഒരു വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ്. വണ്ടി പോലും കിട്ടില്ല, ബസ് പോലും ഇല്ല അവിടെ. അങ്ങനെ ഷിയാസ് 10ാമത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ ഷിയാസിനെ വിളിച്ചപ്പോൾ ഷിയാസ് ഖത്തറിലവിടെ ഞാൻ ഡേറ്റ് ഇല്ല ഖത്തറിലാണ്. പിന്നെ ഞങ്ങളൊക്കെ വിളിച്ച് ഷിയാസെ പേടിക്കണ്ട, നീ വാ, നിന്നെ മാത്രമല്ല ഞങ്ങളെയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നീ വാ. എന്നാ ഞാൻ പെരുമ്പാവൂരിന്ന് കയറി വരാന്ന്. അല്ലല്ല, സൈഡിൽ കൂടെ മറ്റേ പെരുമ്പാവൂർ ആരും
വണ്ടി വേണ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഷിയാസിന്റെ കാര്യം പറഞ്ഞത് മരക്കാരിൽ 120 ദിവസം അഭിനയിച്ച് ഞാൻ ചോദിച്ചു സിനിമ നീ എന്താ ഡബ് ചെയ്ത ചേട്ടാ എനിക്ക് അതിനകത്ത് ഡയലോഗ് ഇല്ലായിരുന്നു. അല്ല കേട്ടോ, എന്നാലും ഇവർക്കൊക്കെ ഇത്രയും വലിയൊരു മരക്കാർ, അറബിക് ഭാഗമാവാൻ പറ്റുമെന്ന് പറഞ്ഞു. ഹലോ എക്സ്ക്യൂസ് മീ, പോണതിന് മുമ്പങ്ങ് നിനക്ക് കൗണ്ടറായിരുന്നു. പാർട്ട് ഓഫ് ദ ഗെയിം സിനിമ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ദാസേട്ടനെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ശബ്ദം ശരിയല്ല എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ കഥയിൽ കേട്ടിട്ടുള്ളത്. അമിതാഭ് ബച്ചനെ ഫസ്റ്റ് സിനിമയിൽ ഡബ് ചെയ്യിപ്പിച്ചില്ല. ഇതില് കണ്ടപ്പോ വേറെ സിനിമയില് ശബ്ദം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സലീം കുമാർ ഏട്ടനെ പുറത്താക്കിയ വേദി ലൊക്കേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, ഉണ്ട്. അതില് വലിയ സംഭവമല്ല. അതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം എന്താ, ഡബിങ് ശരിയാവാത്ത അയ്യോ, ആ സിനിമ കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ചിരിയും കയ്യടിയും കിട്ടിയത് ചേട്ടനായിരുന്നു. സ്ട്രഗിളിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് ലാലേട്ടനും മമ്മൂക്കാളൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിന്ന ഒരാളാണ് നമ്മുടെ സുധി. പാവം അറിയുന്നില്ല അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കാൻ അടുത്ത ഷെഡ്യൂൾ ആകുമ്പോൾ ഈ കട വെളിയിലാവും. ഡയറക്ടറെ നല്ല മനസ്സിനെ നമ്മൾ മനസ്സിലാക്കണം. ഇറങ്ങി പോടാ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു കട ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തേക്കുക. അത് ആ പാവം മാത്രം അറിയുന്നില്ല. പ്രേക്ഷകരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പോയിന്റ് മാത്രം ഒരു കൗണ്ടറാക്കി എടുക്കരുത്. ഞങ്ങൾ സത്യാവസ്ഥ ഒരു എഗ്രിമെന്റ് ആണിത്. ആ, അത് പറഞ്ഞപ്പോ വേറൊരാൾ രഹസ്യം കൂടെ ഉണ്ട്. ഇനി അങ്ങനെ വിട്ടാൻ പറ്റൂല. അളിയാ പറ അളിയാ, എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്കൊരു മധുര പ്രതികാരമുണ്ട്. അയ്യോ അല്ല, മധുര പ്രതികാരമല്ലേ? അപ്പൊ ലഡു അല്ലെങ്കിൽ അലുവ കൊടുത്താൽ തീരാവുന്ന കേട്ടില്ല. 2 പോക്കറ്റിൽ ഫോണുമായിട്ട് ഹലോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്താലോ? പോലെ സുധിക്കുട്ടെ എന്താ പേരെന്ത്? നീ വാ എന്നോട്, നീ എന്നോട് പോരെ, നീ അവിടെ നില്ലുപ്പാ. എന്ത് ഭംഗിയായിട്ടാ സീസൺ നീ ചെയ്യുന്നത്. അടുത്ത ഷട്ടർ ഓപ്പൺ ആകാൻ സമയം. ഒരു കസേര കൂടെ ഇട്ടോ, ഉടനെ വരേണ്ടി വരും. എന്തായാലും ഇനിയും ഒരുപാട് കഥകൾ, എവിടെ പോണേട്ടാ? ഇനിയും പല കഥകളും വരാനുണ്ട്. ഒരുത്തം ചീഞ്ഞെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് വരുന്നുണ്ട്. മൂക്കിനകത്ത് ഒരു രോമം വരുന്നു, വല്ലാതെ അലോസരപ്പെടും. അവന്റെ അടുത്ത് മൂക്കുണ്ടാവും, മൂക്കിന്റെ പാലം കട്ട് ചെയ്ത് കളയും. കാശ് തന്നിട്ട് പോടെ. നിനക്ക് മൂക്കിനകത്ത് രോമം നീടത്തില്ല, പിന്നെ എന്തിനാ കാശ്? We are so happy. കാരണം യൂഷ്വലി ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒരു 1 arm ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ പെട്ടെന്ന് ജെല്ലായി നമുക്കൊരു പാർട്ടിന്നോ അങ്ങനെ മൊത്തത്തിൽ ഒരു ഓൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ പോയിരിക്കാം. മണിക്കുട്ടനൊക്കെ ഈ വേദിയിൽ നിന്ന് പാടുമ്പോ പാവം സുധി കടയിൽ തളച്ചിട്ടത് ഭയങ്കര മോശമായി പോയി. മോശമല്ല, നന്നായി പോയി. ശരി, ഓ കിക്ക് ഏറുതേ, ഓ വെക്കം പോണതേ, உள்ளுக்குள்ளே ஞானம் ஊறுதேன், உண்மையெல்லாம் சொல்ல தோணுதே. வெறும் கம்பங்கரி தின்னவனும் மண்ணுக்குள்ள, அந்த தங்க பஸ்மம் தின்றவனும் மண்ணுக்குள்ள. இந்த பூமி சமம் நமக்கு, நாம் கையில் என்ன கொண்டு வந்தோம் கொண்டு செல்லு, கையில் என்ன கொண்டு வந்தோம் கொண்டு செல்லு. ஓ கிக்கு ஏறுதே, ஓ வைக்க போனதே, உள்ளுக்குள்ளே ஞானம் ஊறுதேன், உண்மையெல்லாம் சொல்ல தோணுதே. എന്തായാലും കൊണ്ടുവരാൻ ഇപ്പൊ പറഞ്ഞായിരുന്നോ? എന്താണ് എന്തോ കൊണ്ടുവരൂ എന്ന് ലാസ്റ്റ്. ഈ മുന്നച്ഛുതിയാണ് ഇയാളെ ആ കടയിൽ എത്തിച്ചത്. സ്റ്റൈലിസ്റ്റിന്റെ സാധാരണ സ്റ്റൈലിസ്റ്റിന്റെ കൈയല്ല വർക്ക് ചെയ്യണ്ടേ, ഇദ്ദേഹത്തിന്റെ വാ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കട വെച്ച് പിന്നെ എങ്ങനെ ജീവിക്കും നിങ്ങൾ? അവൻ മുടി കടിച്ചു പറിക്കും. ഞാൻ മണിക്കുട്ടൻ പാട്ട് പാടിയപ്പോഴേ ഇവനാ അതിനകത്ത് കിടന്ന് ഡാൻസ് കളിക്കണത്. അക്വയറത്തിനകത്ത് ചില്ല് ക്ലീൻ ചെയ്യണ ഒരു സൈസ് മീനുണ്ടല്ലോ അളിയാ, നക്കി അതുപോലെ കിടന്ന് ആ നെറ്റിന്റെ ഉള്ളിൽ കിടന്നു. നല്ല സാധനമായിരുന്നു. എനിക്ക് എപ്പിസോഡ് തുടങ്ങാൻ സമയമായിട്ട് ചേട്ടന്റെ ജോലി നോക്കുക. ചെല്ലടാ എടാ, നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ചേട്ടന്റെ കടയിൽ ആള് പറഞ്ഞോ? ഹലോ വിനീഷ് ബാസിന് ഈ ഷിയാസൊക്കെ പറഞ്ഞോ? അത് കിഴങ്ങ് കടയല്ല, അത് മുടിവെട്ട് കടയാണ്. ആണല്ലേ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, മനസ്സിലുള്ള കാര്യം ഞാനിപ്പോ പറയട്ടെ. ഒന്ന് രക്ഷപ്പെടണമെന്നല്ലേ, രക്ഷപ്പെട്ട് അവിടെ ഇരുന്നോളൂ, അത് നല്ലത്. നമുക്ക് ഒഫീഷ്യലി മണിക്കുട്ടനെ നമുക്ക് വെൽക്കം ചെയ്യാം ടു സ്റ്റാർ മാജിക്. ആ ചെറുക്കനെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ട് പോട്ടാ, പുള്ളിയുടെ റേറ്റിംഗ് താത്തല്ല, ഇങ്ങോട്ട് വാടാ. നമുക്കപ്പം തുടങ്ങല്ലേ, ആരും വരൂലെന്നേ. വാ
സാർ എന്ത് ധൈര്യത്തിലാ പോണേ? അതെ ഇത് എന്റെ കസ്റ്റമറാണ് മിസ്റ്റർ അസീസ്. ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ, വീട്ടിൽ ചെല്ലുമ്പോ ഇത് ഞാനാണ് എന്ന് കാണിച്ചാൽ അടിഞ്ഞ കോമഡി അടിച്ച് ദയവായി ബോറടിപ്പിക്കരുത്. നിങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണ് ചാക്കോച്ചൻ എന്ന് പറയുന്നത് കേട്ടോ. അതെ കൊള്ളാം, പൈസ കടം ചോദിക്കല്ലേ. അപ്പൊ സാറേ നമ്മൾ എന്തൊക്കെയാ ചെയ്യണ്ടേ? മുടിവെട്ടുണ്ട്, ഷേവിംഗ് ഉണ്ട്, മസാജ് ഉണ്ട്. സാറിന് എന്താ വേണ്ട? 2 മസാല ദോശ. 2 മസാല. ചേട്ടാ മസാല കോമഡി കഴിഞ്ഞെങ്കിൽ പരിപാടി തുടങ്ങട്ടെ. എന്റെ പണി ഞാൻ തുടങ്ങട്ടെ, നിങ്ങളുടെ പണി നടക്കട്ടെ. ഞാൻ കുട്ടികളുടെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ചോദ്യം ചോദിച്ചോട്ടെ. ശരി മക്കളെ. നമ്മള് ഒരു ഇവിടെ ആരാ പടക്കം പൊട്ടിക്കുന്ന? ചേട്ടാ ഉദ്ഘാടനം പ്രമാണിച്ചിട്ട് പൊട്ടുന്ന പടക്കമായിരിക്കും. നിങ്ങളുടെ കട പൊട്ടുവാ, കട പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങിയിരുന്നോ സാറേ അടിച്ചില്ല കൈവിറക്കുന്ന മനുഷ്യനാണൊന്ന് സൂക്ഷിച്ചിരുന്നോ? മൈക്കിലേ സാറേ അകത്ത് കുറ്റബോധം തോന്നുന്നുണ്ടോ? എടുത്ത തീരുമാനമായി തെറ്റായി പോയിന്ന്? ഇല്ല ഒട്ടുമില്ല. എന്റെ മോനെ വിളിക്കുന്ന പേര് വാവക്കുട്ടനും മോളെ വിളിക്കുന്നത് വാവക്കുട്ടി എന്നുവാ. മനസ്സിലായ? സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വാവാ കൂട്ടിനകത്താക്കി വെച്ചേക്കാണ്. ശരി, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ? അടിപൊളി മാർക്കാണല്ലേ? ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ പരീക്ഷ പേപ്പറിൽ ഇവിടെ എത്ര പേർക്ക് എന്താ കുഴപ്പം? നമ്മളിപ്പോ പാസ്റ്റ് ആലോചിക്കുമ്പോ നമുക്ക് തമാശയായിരിക്കും അല്ലെ? എപ്പോഴെങ്കിലും മുട്ട കിട്ടിയിട്ടുണ്ടോ ആൻസർ ഷീറ്റില്? മുട്ട കിട്ടിയിട്ടില്ല. എന്നാൽ മുട്ടയുടെ അടുത്ത് അര. അത് തോറ്റിട്ടുണ്ട്. അല്ല, എന്റെ അടുത്ത് പരീക്ഷ എഴുതാതിരിക്കുന്ന ആളെ പോലെ ഇരിക്കും എന്റെ മാർക്ക്. ബിനീഷാണ് ഇരുന്നെങ്കിൽ തീർന്നേനെ. എനിക്ക് ഇഷ്ടം പോലെ മുട്ട ഇട്ടിട്ടുണ്ട്. ആഹാ, പ്രോഗ്രാമിന് പോകുമ്പോ എറിഞ്ഞ പരീക്ഷ പേപ്പറിലാണ്. അല്ല, ഞാൻ NCC ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വൈകിട്ട് എന്നും മുട്ട ഇട്ടുവരുന്നു. ശരി, അപ്പൊ എന്തായാലും സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേര് കേക്കണ്ടേ? കാർഗിൽ. കാർഗിൽ ഒരു പ്രതീതിയാണ് ഇപ്പൊ ഇവിടെ. നമ്മള് കാർഗിൽ അല്ലെങ്കിലും ആ അകത്തിരിക്കണ ചേട്ടൻ കാർഗിൽ. അപ്പൊ സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് പറയട്ടെ? ശ്രദ്ധിച്ച് കേക്കണേ. ഇട്ടമുട്ട താറാവ് മുട്ട. മാഷിന് ഇഷ്ടപ്പെടല്ല കേട്ടോ. നിങ്ങളെവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവിടെ കട ഇട്ട് തന്നത്. ഇനി മാഷിന് നിങ്ങളെ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇറങ്ങി പോവുക. പേരിട്ടിട്ട് പോലും ആരും വന്നില്ല. ഇട്ടമുട്ട താറാവ് മുട്ട എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ താറാവ് കുട്ടികൾ. അരയന്നമായിട്ട് തോന്നുമെങ്കിലും എന്റെ പേരിന് പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ താറാവാക്കിയത്. അപ്പം 2 ടീമിലും താറാവുണ്ട്. 3 താറാവ് വെച്ചിട്ടുണ്ട്. ഒരാള് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ താറാവിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് അവർ താറാവണം. അവിടെ നിന്ന് ഇങ്ങനെ ചാടി വന്നിട്ട് കാലുകൊണ്ട് ഒരു ബലൂൺ, അതായത് മുട്ട ഇവരെടുക്കുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ആ മുട്ട ഇടണം. അതാണ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോകുന്ന സമയത്ത് എങ്ങാനും ഈ മുട്ട പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് പറഞ്ഞിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ താറാവിൽ നിന്ന് മാറിയിട്ട് അടുത്ത ആൾക്ക് അവിടെ പോയി ക്യൂ നിൽക്കാം. അങ്ങനെ 3 പേര് ലൈനപ്പ് ചെയ്ത് നിൽക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ താറാവ് മുട്ട കളക്ട് ചെയ്യുന്ന ടീം മെമ്പേഴ്സ് ആയിരിക്കും ഗെയിമിൽ ജയിക്കാൻ പോണേ. സോ മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഇട്ടമുട്ട താറാവ് മുട്ട. ഒരു കാര്യമുണ്ട്, ഒരു താറാവ് കോമഡിയുണ്ട് എന്റെ വീടിന്റെ അടുത്ത്. എന്നിട്ട് ഒരു ഗൾഫിൽ പോയ ഒരാളിന് ഒരു മകനുണ്ട്. ഗൾഫിൽ നിന്ന് വിളിച്ചു പറയും, മകൻ എന്തൊക്കെ എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഒന്നും പറയിപ്പിക്കരുത്, ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പാടുള്ളൂ. പൂച്ച എന്നൊന്നും പറയില്ല, ക്യാറ്റ് എന്നാ പറയുള്ളൂ. പട്ടിനെ ഡോഗ് എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഇവര് ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. അപ്പൊ റോട്ടിൽ കൂടി നമ്മുടെ താറാവിനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകണം. ഒരുപാട് കൂട്ടം താറാവ്. ആ ചെക്കനെ പെട്ടെന്നൊരു പൊട്ട ബുദ്ധിയില് അപ്പിച്ചി താറാവ് പോണെന്ന്. അപ്പൊ അപ്പിച്ചപ്പോ തന്നെ ചെവി പിടിച്ച് ഡക്കെന്ന് പറയടാ ഏറ്റില്ല. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം പുലുമായി. അയ്യോ, ഇത് കട്ട് ചെയ്യാൻ പറ്റിയ കത്രിക എന്റെ കയ്യിലില്ലേ? അപ്പളേ നമ്മള് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നമ്മള് കൗണ്ട് ഡൗൺ കൊടുക്കാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ചാടി. വെരി ഗുഡ്. പൊട്ടിക്കലല്ല ഗെയിമിന്റെ. ഇതെന്ത് കോഴിയുടെ? വെരി ഗുഡ്. വിടി
അങ്ങനെ പിടി. ആലിസ് അവിടെ എന്ന് ജോസ് പ്രകാശിന്റെ പാനൂട്ട് വന്നേക്കുന്ന പരിപാടി പൊളിക്കും. അതെ. അയ്യേ. അയ്യേ. നീ മഞ്ഞു പറയൂ. ആ അങ്ങനെ പിടി. കോഴി താറാവേ, കോഴി താറാവേ, തക്കടി മുണ്ടൻ താറാവേ. ഇവിടെ ഒതുക്കണേ, ഇവിടെ ഒതുക്കി വെക്കണേ, സൈഡ് ചാട്. ഇതെന്താണ്? ആലിസ് വെരി ഗുഡ്. ജാൻസി റാണി പടക്കുതിരയായിട്ട് കൊള്ളാം. അവിടെ വെറുതെ ചവിട്ടി പൊടി മെല്ലെ. അതെ 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 മതി മതി. പതുക്കെ വാടാ. പൊട്ടിക്കും, ഇത് പൊട്ടിക്കും. പിന്നെ എടാ ബിനീഷിന്റെ താറാവിന് നാണം. ബിനീഷിന്റെ താറാവിന് നാണം. വെരി ഗുഡ് ആലിസ്. ഇവിടെ പതുക്കെ പതുക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ. പതുക്കെ പതുക്കെ. ഓത്തെ. പോടാ മതിയടാ. വെരി ഗുഡ്. അതെ സൂപ്പർ. വെരി ഗുഡ് വെരി ഗുഡ്. അനു സൂപ്പർ. പോളി പോളി അനു പോളി. പതുക്കെ പതുക്കെ. അയ്യോ അങ്ങനെ അങ്ങനെ ആ ജസീല ഫോമായി ചാടി കൊടുത്താൽ ആദ്യ ആദ്യ അടിപൊളി അടിപൊളി ആരടി. നമ്മുടെ നോവിച്ചേട്ടന്റെ ടീം ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവളെന്നെ മറഡോണയാണ് പാസ് ചെയ്ത് കളിക്കുന്നത്. പതുക്കെ പതുക്കെ പതുക്കെ. ഒന്നൊതുക്കിക്കോ. ഓക്കെ. നമ്മള് കളിച്ച ഗെയിം ഇട്ട മുട്ട. എന്ത് മുട്ട? താറാവ് മുട്ട. ഓക്കെ, അപ്പോ ഈ ഒരു ഗെയിമില് ഫസ്റ്റ് റൗണ്ട് നമ്മൾ കഴിയുമ്പോ 1 2 3 4 5 6 7 8 9 ഇവിടെ 5 മുട്ട ഞങ്ങൾ പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് ബാക്കിയാണ് 9 മുട്ടയാണ് ബാക്കിയുള്ളത് കേട്ടോ. അവിടെയാണെങ്കിൽ 1 2 3 4 മുട്ടയാണ് അവിടെ ഉള്ളത്. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നോവിച്ചേട്ടൻ്റെ മിൻചേട്ടൻ്റെ എല്ലാവരുടെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ 2 പേര് തമ്മിലുള്ള മുട്ട ഓക്കെ. തോറ്റോണ്ടിരിക്കുകയാണ്, ഒന്ന് സഹായിക്കണം. എടാ അസീസേ, എടാ കാലയിൽ ആണിയുള്ളവരൊക്കെ എന്തിനു വിളിച്ചോണ്ട് വരുവന്ന്? എന്നാ ആളില്ല നമുക്ക് കളിക്കാൻ. കാലയിൽ ആണിയാണ്, വിളിച്ചോണ്ട് പ്രയോജനമൊന്നുമില്ല. എന്നാലും കൊണ്ടുപോവാ. സാറിന്റെ പേരൊന്ന് മൈക്കിൽ പറയാമോ? എന്റെ പേര് സോജൻ സിറിയക്. വഴുതി പോയി പറയുന്നത്. സർ എച്ച്എമാണോ? എച്ച്എമാണ്. ചോദിക്കുകയാണേ. സാറ് എച്ചമാണ് സുധീർന്ന്. ഞാനും എംഎച്ച് ആണ്. പിള്ളേര് കൂവിപ്പോ സാറ് ചോദിക്ക, നീ പകപോക്കുകയാണല്ലേ? അപ്പൊ
എത്ര വർഷം ഈ സ്കൂളില്? 2ാമത്തെ വർഷമാണിത്. ഒരു HM എന്ന് പറയുമ്പോ ഇങ്ങനെ ആയിരിക്കണം, അതായത് കറങ്ങണ കസേരയിലിരുന്ന് വെറുതെ കറങ്ങി കുട്ടികളെ വടിയെടുത്ത് ഇങ്ങനെ പേടിപ്പിക്കണേക്കാൾ കുട്ടികളുടെ കൂടെ ഒരാളായിട്ട് ഇപ്പൊ സാറാണോ കുട്ടികളാണോ കുട്ടി എന്നുള്ള ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ട്. സ്കൂളിൽ ചെല്ലുമ്പോ മേശപ്പുറത്തൊരു സസ്പെൻഷൻ ഓർഡർ അടിച്ചു വെച്ചിട്ടുണ്ട്, പിള്ളേരുടെ കൂടെ കുഞ്ഞു കളിക്കാൻ പോയെന്ന്. ഈ സാറ് ഇപ്പൊ ഇത്ര കുസൃതിയായിരുന്നു ചെറുപ്പത്തിലെ. മുകളിലത്തെ ബോയ്സ് ഒന്നും മിണ്ടണില്ലല്ലോ. ബോയ്സ് ആരെങ്കിലും പറയും നിങ്ങളുടെ HMനെ പറ്റിട്ട്? നമ്മുടെ HM പാവൊക്കെയാണ്, പക്ഷെ എന്നെ കണ്ട എന്റെ മുടി വെട്ടാൻ പറയും. കത്രിക മാറ്റി വെച്ചാൽ അല്ല എന്നെ ഇപ്പൊ പിടിച്ചോണ്ടോ? ഓർമ്മയുണ്ടോ സാർ? ഈ കിട്ടിയ അവസരം മുതലാക്കും അല്ലടാ. ചെറുതായിട്ട് ഞങ്ങൾക്കിപ്പോ ഒരു സംശയമുള്ളത്, തിരിച്ച് സ്കൂളിലേക്ക് എത്തുന്നതിനും വാവക്കുട്ടൻ സലൂണിൽ കയറി വമ്പൻ മേക്ക് ഓവർ ചെന്ന് കഴിയുമ്പോഴത്തേനും കുട്ടികളും ടീച്ചേഴ്സും തിരിച്ചറിയുമോ എന്നൊരു സംശയമുണ്ട്. സാറിന്റെ ഡൈ ഒക്കെ ചെയ്ത് ചെറുപ്പമായി കഴിയുമ്പോ അതെ, ഈ നിങ്ങളെ HM വാവുക്കുട്ടൻ ഇവിടെ നിന്ന് ഷേവ് ചെയ്തിട്ട് വരുമ്പോ പുള്ളിയുടെ കഴുത്തിൽ സ്വർണ്ണമാല ഉണ്ടാന്ന് നോക്കിയാൽ വേറെ ഒരു കുഴപ്പമില്ല. ഇന്ന് ഉദ്ഘാടനമായിട്ടാണോ സ്വർണ്ണമാല ഇട്ട് വിടുന്നത്? അങ്ങനെയല്ല, അവര് നിഷ്കളങ്കായ ആൾക്കാരത് അറിയത്തില്ല. അതെ ഹലോ, സാറിനെ ഒന്ന് ഷേവ് ചെയ്തിട്ട് പ്ലീസ് അണ്ണാ, ഞങ്ങൾ ഈ ഗെയിം തോറ്റുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് അത് കഴിഞ്ഞാൽ ആ വിജയ് ശ്രീലാളിതനായി തിരിച്ചു വരും. എന്നിട്ട് 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഷേവ് ചെയ്യും. സാറിപ്പം പകുതി യേശുവാസായിട്ടിരിക്കുകയാണ്. 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ നമ്മളിപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് റൗണ്ട്. ഇപ്പോ ലീഡ് ചെയ്തിരിക്കുന്നത് ഈ ടീമാണ്, നോബിച്ചന്റെ ടീമാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. സൂപ്പർ, അടിപൊളി 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 അടിപൊളി, സൂപ്പർ സൂപ്പർ. അയ്യോ അയ്യോ, മുടി വെട്ടാനും അറിയത്തില്ല, ഗെയിം കളിക്കാനും അറിയത്തില്ല. എന്തൊരു കഷ്ടമാന്ന് പറയാം. ഒരേനത്തിനെ കൊന്ന്. പ്രിയമുള്ളവരെ, മാഷിനെ പതതേച്ച് വെച്ച അരയന്നം ഒരു സൈഡിൽ ഒതുങ്ങിയിട്ടുണ്ട്. അരയന്നം ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം. നിങ്ങളെ കാത്ത് ഒരു റൂമിലിരിപ്പുണ്ട്. അയ്യോ അളിയോ, അടിപൊളി അടിപൊളി അടിപൊളി, ഫുഡ് കളിയാൻ അടിപൊളി. ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റൗണ്ടില് നമ്മുടെ അസിസ്റ്റയുടെ ടീമാണ്. ഒപ്പം ലീഡ് ചെയ്യുന്നു സൂപ്പർ സ്റ്റാർ. പറ്റും.
ഓക്കെ അപ്പോ നീ എന്തിനാണ് ആ പുള്ളിയെ വിളിച്ചത്? ഞാൻ കളിച്ചനല്ലോ നശിപ്പിച്ച് അത് മൊത്തം കൊണ്ട് പൊട്ടിച്ച് കളഞ്ഞു. എന്താന്നറിയോ, ഈ വന്ന വഴി നമ്മൾ മറന്നിട്ടേ വലിയ കടയുടെ മുതലാളിയൊക്കെ ആയില്ലേ, അതിന്റേതായിട്ടുള്ള ഒരു ഇത്. അല്ല എന്തിനാ പുള്ളിയെ വിളിച്ചെന്തിനാ? അസീസിന്റെ കുഴപ്പമാണത്. ഹലോ ഒളിമ്പ്യൻ ഉല്ലാസ്. ഓ താങ്കൾ കളിച്ചിരുന്നെങ്കിൽ പൊളിച്ചേനെ. സത്യം കൗണ്ടർ ബെറ്റിന് വരെ ബലൂൺ പൊട്ടി. ശരി, എന്തായാലും റിസൾട്ട് പറഞ്ഞേക്കാളും മുന്നേ ഞാൻ മണിക്കുട്ടനിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ആൺകുട്ടികളും മുട്ടയിടും എന്ന് മനസ്സിലായോ? ഭയങ്കര ഫണ്ണായിരുന്നു. ഗെയിം കളിക്കണം തോന്നി. ഞാൻ ഈ സുധിച്ചേട്ട ഇവിടെ വന്നപ്പോഴത്തേന് ഞാൻ നമ്മുടെ ഹെഡ് മാസ്റ്റർ നോക്കിയാണല്ലോ, പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഗെയിം കഴിയല്ലേ, ഗെയിം കഴിയല്ലേ, കാരണം ഇത് കഴിഞ്ഞ് ഷേവ് ചെയ്യാൻ വരുമല്ല കത്തി. അത്രയും നേരം കൂടെ ജീവിതം കിട്ടി. സാറിന്റെ മീശ എടുക്കാൻ മീശയിൽ പത വെച്ചിട്ട് കത്രി കൊണ്ട് വെച്ചിട്ട് മീശ എടുക്കണം സാർ വേണ്ടെന്ന്. അപ്പോ ഇട്ടമുട്ട താറാവ് മുട്ട എന്ന് പറഞ്ഞൊരു ഗെയിം കഴിയുമ്പോ ഇതില് ജയിച്ചിട്ടുള്ള ടീം എന്ന് പറയുമ്പോ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. ഓക്കെ, അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല രസമായിട്ട് പോയില്ലേ ഓൾ ടോട്ടൽ നമ്മുടെ എപ്പിസോഡ്. മണിക്കുട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എപ്പിസോഡ്? അടിപൊളിയായിരുന്നു. ഈ ഗെയിം അതൊരു എളുപ്പകാര്യമല്ല. അത് ഈ അവരെത്രയോ കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾ തിരിച്ചതിനെ റെസ്പെക്ട് ചെയ്യുന്നത് അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം. ആര് റെസ്പെക്ട് ചെയ്തു? ശരിക്കും പറഞ്ഞാൽ കുറെ നാളുകൾക്ക് മുമ്പേ നോബിഷയുടെ അടുത്ത് പറയാറുണ്ടെന്ന് പറഞ്ഞു, എന്താ വിളിക്കാത്തെന്ന്. ശരിക്കും എല്ലാ എപ്പിസോഡും സ്ക്രീനിൽ കാണാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അടുത്ത് വന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എന്തോ. തീർച്ചയായിട്ടും നമ്മൾ TV കാണുമ്പോൾ നിങ്ങളുടെ ഈ പ്രോഗ്രാം തുടങ്ങിയ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാവും. മണിക്കൂട്ടം പറഞ്ഞില്ല, അതായത് അവര് വളരെ കഷ്ടപ്പെട്ട് ഗെയിം ഇവിടെ കൊണ്ടുവരുന്നു, അതിനെ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അതിനെ പേരിട്ട് നശിപ്പിക്കുന്നത് ലക്ഷ്മിയാണ്. എന്റെ പേരിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പേരിനല്ല കുഴപ്പം, തലക്കാ കുഴപ്പം. മാത്രമല്ല ഗെയിം കളിച്ച് ആരും നശിപ്പിക്കുന്നില്ല. അത് നശിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഇതിനി ഇവിടെ ഇനി വേറെ ഷാറൂഖ് ഖാനെ കൊണ്ടുവന്നാലും ആ പുള്ളിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ട് ലക്ഷ്മി ഹാൻഡിൽ ചെയ്യുന്നു. ലക്ഷ്മി നക്ഷത്രയെന്നാക്കി കേട്ടോ പുള്ളി ആ പേര് പറഞ്ഞിട്ട്. വേറെ കോമഡി അതല്ല, ബിനീഷ് പിടിച്ച തറവന്റെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ലക്ഷ്മി, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ആ HMന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കിപ്പം കഴിഞ്ഞ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ SLCക്ക് എങ്ങനെയായിരുന്നു? SLCക്ക് ഞങ്ങളുടെ സ്കൂളിന് 100% വിജയം ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 9 ഫുൾ A+, അങ്ങനെ നല്ലൊരു വിജയം. സാറിനെ സമ്മതിക്കണം സാർ. സാറിനെ പോലൊരു ഹെഡ് മാസ്റ്റർ നിങ്ങൾക്ക് കിട്ടിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. സാറ് ഇരിക്കും. സാർ ഈ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാറുണ്ടോ? ഇല്ല, അധികം ശിക്ഷിക്കാറൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അപ്പൊ എല്ലാവരുടെയും അഭിപ്രായത്തിൽ നല്ല മാഷാണല്ലേ? ഓക്കെ, അപ്പൊ ആരെയും അപ്പൊ ശിക്ഷിക്കാറില്ല അല്ലേ? ഇല്ല. അങ്ങനെ ശിക്ഷിക്കാത്ത സാറിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. പിന്നെ എന്റെ കടയിലെ ഇനാഗ്രേഷൻ ആയിരുന്നല്ലോ, ഉദ്ഘാടനം ആയിരുന്നല്ലോ. അതിന്റെ ആ തിരക്കിനിടയില് ബാക്കിയെല്ലാം വാങ്ങി, ബ്ലേഡ് മേടിക്കാൻ മറന്നു. ബ്ലേഡ് കൊണ്ടല്ലേ ഷേവ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു 10 കിലോമീറ്റർ അപ്പുറം കടയുണ്ടേ, ഞാൻ പോയി ബ്ലേഡ് മേടിച്ചോണ്ട് വരാം. അപ്പൊ അസീസേ, അഥവാ ഞാൻ വരാൻ താമസിച്ചു പോയാൽ എന്റെ കടയിലെ ഷട്ടർ ഒന്ന് നടത്തേക്കണേ. കട തുടങ്ങിയപ്പോ ഒരു കൈനീട്ടം കൊടുക്കണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പേഴ്സ് കണ്ടില്ല, അത് ഞാൻ കടന്നു പോയാൽ അതാണ് സംഭവിച്ചത്. കണ്ടില്ലല്ലേ? അതെ, പേഴ്സ് മോഷ്ടിക്കുന്നത് സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. അത് അദ്ദേഹം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കാം. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം സ്റ്റാർ മാജിക്. ഗുഡ് നൈറ്റ്.